ഒരു സ്റ്റാർട്ടപ്പ് ഓണറെ സംബന്ധിച്ചിടത്തോളം അയാൾക്കുള്ള ഒരു വലിയൊരു ഡൗട്ടാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഏത് സെർവറിൽ ഡിപ്ലോയ് ചെയ്യുന്നുള്ളത്. നമുക്കറിയാം ടോപ്പ് 10 കാറ്റഗറിയിൽ വരുന്ന മൾട്ടിപ്പിൾ സർവീസസ് ആണ് ആമസോണിൻ്റെ AWS സർവീസ്, അസൂർ, ഗൂഗിൾ, ഡിജിറ്റൽ ഓഷ്യൻ, ഹോസ്റ്റിംഗർ, ഇതൊക്കെ കുറച്ചെണ്ണമാണ്. ഇതല്ലാതെയും പല സർവീസസും നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ഈ സർവീസസ് എല്ലാം 99.9 എബോവ് അപ്പ് ടൈം എൻഷുർ ചെയ്തിട്ടുള്ള സർവീസസ് ആണ്. അപ്പോൾ നമുക്ക് ഇതിലേതും ധൈര്യമായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും. ഇതിൽ സ്റ്റാർട്ടപ്സിന് നമ്മൾ റെക്കമെൻഡ് ചെയ്യാറ് ഡിജിറ്റൽ ഓഷ്യൻ ആണ്. അതിനൊരു 5 റീസൺസും ഉണ്ട്. ഫസ്റ്റ് തന്നെ അതിൻ്റെ ഒരു ഫിക്സഡ് ബില്ലിംഗ് ആണ്. അപ്പം നമുക്ക് എടുക്കുന്ന സെർവർ ഏതാണെന്ന് നോക്കിയിട്ട്, ഇപ്പം 4 GB മെമ്മറി ആൻഡ് 2 VCU ആണെങ്കിൽ, VCPU ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു പേയ്മെൻ്റ് ആണ് അത് വരിക. അത് എക്സാക്ട്ലി ഫിക്സഡ് ആയിരിക്കും മന്ത് എൻഡിൽ ബില്ല് വരുമ്പോൾ. രണ്ടാമത് ഫ്രീ സപ്പോർട്ടാണ്. സെർവർ ലെവലിൽ അവരുടെ സപ്പോർട്ട്സ് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. മൂന്നാമത്തത് എബിലിറ്റി ടു അപ്ഗ്രേഡ് ഓർ അപ്സ്കെയിൽ, സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഡൗൺ സ്കെയിൽ ചെയ്യാം, അപ്പ് സ്കെയിൽ ചെയ്യാം. അത് വളരെ ഈസി ആയിട്ട് തന്നെ ഡിജിറ്റൽ ഓഷ്യൻ നമുക്ക് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഡോക്യുമെൻറ്റേഷൻ ആണ്. നമ്മൾ സെർവർ ഡിപ്ലോയ്മെൻറ്റും മെയിൻ്റനൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഹ്യൂജ് ഡോക്യുമെൻറ്റ് ഡിജിറ്റൽ ഓഷ്യൻ്റെ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾ സ്റ്റാർട്ടപ്പ് പ്രോജക്റ്റ് ഡിപ്ലോയ് ചെയ്യാൻ നിങ്ങൾക്ക് ഡിജിറ്റൽ ഓഷ്യൻ ട്രൈ ചെയ്ത് നോക്കാം. 2 months ഫ്രീ ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യുകയും ചെയ്യാം.